ഞാൻ ഇന്നലത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന വലിയ അത്ഭുതത്തോടു കൂടിയാണ് കണ്ടത്. കാരണം അദ്ദേഹത്തെ പോലൊരു നേതാവ് ഈ നിലയിലേക്ക് തരം താഴുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പണ്ട് പൂർവികരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു കള്ളം പറഞ്ഞാൽ 9 കള്ളം കൊണ്ട് അതിനെ മറയ്ക്കാൻ കഴിയില്ല എന്ന്. ഇന്ന് 9 അല്ല, അതിനപ്പുറം 50-ലേറെ കള്ളങ്ങൾ പിണറായി വിജയൻ പറഞ്ഞിട്ടും മറയ്ക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നിയമസഭയിൽ എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഞാനുമായിട്ടുണ്ടായ ഒരു എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സിൽ, അല്ലെങ്കിൽ ഒരു വാഗ്വാദത്തിൽ, അല്ലെങ്കിൽ പരസ്പര ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത് എന്നോടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ്. പക്ഷേ പിണറായി വിജയൻ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും ഞാൻ തെളിയിക്കുകയും അദ്ദേഹം നടത്തിയ തെറ്റായ പ്രസ്താവനയ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു. അതെങ്ങനെയാണ് സ്പീക്കർ അവകാശ ലംഘന നോട്ടീസ് ഊരിക്കൊണ്ടുപോയത് എന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണുമ്പോൾ അദ്ദേഹം എന്തിനോ ഭയക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇനി നിങ്ങൾ എത്ര വട്ടം ആവർത്തിച്ചാലും പിണറായി വിജയനെ കമ്മ്യൂണിസ്റ്റുകാർ പോലും വിശ്വസിക്കില്ലാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെയും അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിലെയും ഒക്കെ സ്ഥാനം നിലനിർത്താൻ പ്രയാസപ്പെടുന്നുവെന്ന് ഞാൻ ഭയപ്പെടുകയാണ്. കാരണം അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രതികരണങ്ങൾക്ക് പ്രസക്തിയില്ല. വിചിത്രമായ അന്വേഷണമല്ല നടക്കുന്നത്, വിചിത്രമായ അഴിമതിയാണ് കേരളത്തിൽ നടന്നത്. അത് പറയാൻ കാരണം, സാധാരണഗതിയിൽ ഒരു അഴിമതി നടത്തി എന്നുള്ള ആരോപണ വിധേയരാവുന്ന ആരൊക്കെയാണ്? ഒന്നുകിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാരായിട്ടുള്ളവരോ, അല്ലെങ്കിൽ MLA-മാരോ MP-മാരോ, അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങൾ വഹിക്കുന്നവരോ, അവർ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് എന്തെങ്കിലും ക്രമവിരുദ്ധമായി ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യം ചെയ്യാതിരുന്നു. ഇങ്ങനെയാണ് സാധാരണ അഴിമതി ആരോപണം നേരിടാറ്. ഇത് വിചിത്രമായൊരു അഴിമതിയാണ് നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ വന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയുന്നു അന്വേഷണത്തെക്കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്, നടന്ന അഴിമതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞു, ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ചെറിയ സംഖ്യയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ED-യുടെ പ്രസ് റിലീസിൽ 20.5 കോടി, അതായത് 20 കോടിയിലേറെ രൂപയുടെ തിരിമറി നടന്നു, അല്ലെങ്കിൽ ക്രമക്കേട് കണ്ടെത്തി, അഴിമതി കണ്ടെത്തി എന്ന് ED പറയുമ്പോൾ അതൊരു ചെറിയ തുകയല്ലേ എന്ന് പറയുന്ന നിലയിലേക്ക് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവർ ആ നിലയിലേക്ക് മാറി എന്നത് സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ ഇന്നും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായി വിജയനെ സംബന്ധിച്ച് 20 കോടി എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ തുകയായിട്ടാണ് അവർ കാണുന്നത് എന്ന് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാനിടയായി. ശരിയാണ്, അവർ 100 കണക്കിന് കോടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് ഈ തുക വളരെ ചെറുതായിട്ട് അവർക്ക് തോന്നിയെന്ന് വരാം. മാത്രമല്ല, ഇന്നലെ പിണറായി വിജയന്റെ ഒരു ശൈലി ഞാൻ ശ്രദ്ധിച്ചത്, ഒരു സാങ്കല്പിക ശത്രുവിനെ സൃഷ്ടിച്ച് അദ്ദേഹം ബാക്കി കാര്യങ്ങളെല്ലാം വഴിതിരിച്ചു വിടാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, ഒരുപക്ഷെ ദേശാഭിമാനിയും കൈരളിയും ഒഴികെയുള്ള എല്ലാ മാധ്യമങ്ങളും പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും പ്രത്യേകിച്ച് മകളുടെയും അഴിമതിക്കെതിരായിട്ടുള്ള വന്ന വാർത്തകൾ വലിയ പ്രാധാന്യത്തോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയെങ്കിലും അദ്ദേഹം മനോരമയെ മാത്രം തെരഞ്ഞുപിടിച്ച്, അതുപോലെ മാമൻ മാത്യുവിന്റെ പേരെടുത്ത് പറഞ്ഞ് ആക്രമിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ഇതിനെ വഴിതിരിച്ചു വിടാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുന്ന കുടില ബുദ്ധിയാണ് പിണറായി വിജയന്റേത്. ഏത് പത്രമാധ്യമങ്ങളാണ് ഈ വാർത്ത കൊടുക്കാതിരുന്നിട്ടുള്ളത്? അദ്ദേഹത്തിന് കേസ് അന്വേഷിക്കുന്ന, മകളെ ചോദ്യം ചെയ്ത, അല്ലെങ്കിൽ മരുമകന്റെ സന്തത സഹചാരികളായിട്ടുള്ളവരെ ചോദ്യം ചെയ്ത ED-ക്കെതിരെയോ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മോഡിക്കെതിരെയോ പരാതിയില്ല. വാർത്ത കൊടുത്ത മനോരമയ്ക്കും മാമൻ മാത്യുവിനുമെതിരെയാണ് പിണറായി വിജയന്റെ പരാതി. ഇത് കാണിക്കുന്ന എന്തുകൊണ്ടാണ് മോഡിക്കെതിരെ അല്ലെങ്കിൽ ED-ക്കെതിരെ പറയാൻ അദ്ദേഹം ധൈര്യപ്പെടാത്തത്? പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ ED-യെ തടയാൻ പറഞ്ഞുവിട്ട് അവരെ വാഹനം അടിച്ചോടിച്ച് അവരെ ജയിലിലാക്കിയതിന് ശേഷം ഇപ്പോൾ ഈ പരിദേവനം പറയുന്നത് അദ്ദേഹത്തിന്റെ ഭയത്തിൽ നിന്നാണ്. നിങ്ങളിലേക്ക് ആരും എത്തിക്കുന്നതല്ല, നിങ്ങളിലേക്ക് ഈ അന്വേഷണം എത്തും. നിങ്ങൾ പ്രതിസ്ഥാനത്ത് വരുന്ന നാളുകൾ അതിവിദൂരമല്ല. കാരണം നിങ്ങളുടെ മകൾക്ക് ഇതുപോലെ നിയമവിരുദ്ധമായി കോടാനുകോടി രൂപ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് സാക്ഷാൽ പിണറായി വിജയനാണ്.
ആ അന്വേഷണം നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഭയന്നിട്ട് കാര്യമില്ല. ആ അന്വേഷണം നിങ്ങളിലേക്ക് എത്തുന്നതിനെ തടയാൻ പരിശ്രമിച്ചിട്ട് കാര്യമില്ല. അതിന് ഇനിയും സമയമെടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നത് മാത്രമേ ഞങ്ങൾ അത്ഭുതപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് വിചിത്രമായ അന്വേഷണമല്ല നടക്കുന്നത്, വിചിത്രമായ അഴിമതിയാണ് നടന്നത് എന്ന് അങ്ങ് ആദ്യം മനസ്സിലാക്കുക, ആദ്യം ഉൾക്കൊള്ളുക. ഇതുവരെ പുറത്തു വന്ന കാര്യങ്ങളെക്കുറിച്ച് ക്ലാരിറ്റിയോടുകൂടി പറയാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടില്ല. ഒന്നുകിൽ അങ്ങ് പറയണം അങ്ങയുടെ മകൾക്ക് എത്ര കമ്പനികളുണ്ട്, ആ കമ്പനികൾക്ക് എത്ര ടേൺ ഓവർ ഉണ്ടായിട്ടുണ്ട്, അങ്ങയുടെ മകൾക്ക് വിദേശത്ത് കമ്പനി ഉണ്ടോ, വിദേശത്തേക്ക് അങ്ങയുടെ മകളോ മരുമകനോ പണം അയച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇത് ജനങ്ങളോട് പറയാലോ. പലയാവർത്തി ഇതുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ വർഷങ്ങൾ ചർച്ച ചെയ്തെങ്കിലും ഒരിക്കൽ പോലും നിങ്ങളോ നിങ്ങളുടെ മകളോ നിങ്ങളുടെ മരുമകനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബമോ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. വന്ന അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രമാണ്. കൈകൾ ശുദ്ധമാണെന്ന് നാഴിക്ക് 40 വട്ടം ആവർത്തിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ മകളുടെ പേരിൽ എത്ര കമ്പനിയുണ്ട്, അതിന്റെ ടേൺ ഓവർ എത്രയാണ്, അവർ വിദേശത്തേക്ക് പണം അയച്ചോ ഇല്ലയോ എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത മുൻ മുഖ്യമന്ത്രിയായ ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ ഉണ്ട്. അത് പറയാതെ നിങ്ങൾ ഇതുപോലെ സാങ്കല്പിക ശത്രുക്കളെ സൃഷ്ടിച്ച് അവർക്കെതിരെ അക്രമം നടത്തി അവർക്കെതിരെ പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും തിരിച്ചുവിടാൻ നടത്തുന്ന ഈ ശ്രമം ഇനിയും വിലപ്പോവില്ല. ഒരുപാട് കാലം നിങ്ങൾ ഇത് ചെയ്തതാണ്. അതുകൊണ്ട് മനോരമയും മാമൻ മാത്യുവും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ഇഡിക്കും മോഡിക്കുമെതിരെ ഇല്ലാത്ത പരാതി മലയാള മനോരമയ്ക്കെതിരെ പറയുന്നത് ദുഷ്ടലാക്കോട് കൂടിയാണ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഞാൻ വിജിലന്റായി ഈ കേസ് ഫോളോ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ പറയുന്നു, താങ്കളുടെ മകൾ നടത്തിയിട്ടുള്ളത് വലിയ അഴിമതിയും കൊള്ളയുമാണ്. ആ അഴിമതിയും കൊള്ളയും നടത്താൻ അവർക്ക് സാധിച്ചത് അങ്ങ് മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ടും അങ്ങ് അധികാരത്തിൽ ഇരുന്നതുകൊണ്ടുമാണ്. അതുകൊണ്ടാണ് താങ്കളിലേക്ക് ഇത് അടുത്തടുത്ത് വരുന്നത് എന്ന കാര്യം താങ്കൾ അംഗീകരിക്കുന്നതാണ് മാന്യത എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ചില കമ്പനികൾ പറഞ്ഞത്, അപ്പൊ കമ്പനികൾ മാധ്യമങ്ങൾ തപ്പിൽ പോയപ്പോൾ കണ്ടത് ഒരു ഒറ്റമുറി പേരിൽ നടത്തപ്പെടുന്ന എന്ന് പറയപ്പെടുന്ന കമ്പനി ഓഫീസൊക്കെയാണ്. അവിടെ ഷട്ടർ ഇട്ടിരിക്കുന്ന നിലയിലൊക്കെയാണ് കണ്ടെത്തുകയൊക്കെ ചെയ്ത മാധ്യമങ്ങളെത്തിയപ്പോൾ ഇതിനൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നത്? അല്ലെ, ഒരു ന്യായീകരണവും ഇല്ലാത്ത കാര്യങ്ങളാണല്ലോ ഇതുവരെ പുറത്തു വന്നത്. ഇപ്പോ ഏറ്റവും ഒടുവിലായി ഞാൻ കാണുന്ന കാഴ്ച, ഇപ്പോ മകളെ ന്യായീകരിക്കാൻ പിണറായി വിജയൻ മാത്രമാണുള്ളത്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPM എന്ന പാർട്ടിയും ഇടതുപക്ഷം എന്ന മുന്നണിയും ഒരു പട അല്ലെങ്കിൽ ഒരു ഡസൻ മന്ത്രിമാരും വീണാ വിജയനെ ന്യായീകരിക്കാൻ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് വീണാ വിജയനെ ന്യായീകരിക്കാൻ സ്വന്തം പിതാവായ പിണറായി വിജയൻ മാത്രമായി മാറാൻ കാരണം ഇതിന്റെ യാഥാർത്ഥ്യം വലിയൊരളവ് വരെ CPM എന്ന പാർട്ടിക്കും CPM-ലെ നേതാക്കന്മാർക്കും CPM-ലെ അണികൾക്കും ബോധ്യപ്പെട്ടു എന്നതാണ്. അതുകൊണ്ടാണ് സാക്ഷാൽ പിണറായി വിജയൻ തന്നെ നേരിട്ടിറങ്ങി ഇന്ന് മകളെയും മരുമകനെയും സംരക്ഷിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. പിന്നെ ഇന്നലെ അദ്ദേഹം വിചിത്രമായ ഒരു വാദം പറയുന്നത് ഞാൻ കേട്ടു. വീണയുടെ അക്കൗണ്ടിൽ നിന്നും റിയാസിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റി എന്നത് ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്ന്. അപ്പൊ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് അറിയാവുന്ന വെച്ചാണെങ്കിൽ വീണയുടെ അക്കൗണ്ടിൽ നിന്നും ഒരു പണവും റിയാസിന് നൽകിയിട്ടില്ല എന്ന് വേണമല്ലോ നമുക്ക് ഊഹിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഭാര്യ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കുന്നതിന് എന്തിനാണ് നിങ്ങൾ ആശങ്കയോടെ കാണുന്നത്? എന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നും ഞാൻ എത്ര ലക്ഷക്കണക്കിന് രൂപ എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കുന്നു. ഭാര്യ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റുന്നതിൽ എന്തെങ്കിലും അനൗചിത്യമുണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പണം നല്ല പണം അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അതല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ അക്കൗണ്ടിലേക്ക് പണം വാങ്ങുന്നതിൽ എന്താണ് കുഴപ്പം? അപ്പൊ ഇതെല്ലാം ചേർത്ത് പറയുമ്പോൾ ഇനിയും നിങ്ങൾ കള്ളം പറഞ്ഞ് കളവ് കാണിച്ച് നിങ്ങൾ അങ്ങേക്ക് ദീർഘകാലം പൊതുരംഗത്ത് നിന്നതിന്റെ ഉള്ള ആ പാർട്ടിയുടെ വലിപ്പം വെച്ചിട്ടുള്ള ഒരു നില സമൂഹത്തിലുണ്ട്. അത് ഇനിയും കളയരുതെന്നാണ് എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങ് ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളണം. അന്വേഷണവുമായി സഹകരിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് കേവലം കരിമണൽ കമ്പനിയിൽ നിന്നും മാത്രമല്ല പണം വന്നിട്ടുള്ളത്. വെറുതെ ആ ഒരു കമ്പനിയെ മാത്രം നമ്മൾ വേട്ടയാടുന്നത് അല്ലെങ്കിൽ അവരെ മാത്രം നിരന്തരം പറയുന്നത് ശരിയല്ല. ED അടക്കമുള്ളവർ അന്വേഷിച്ചതിന്റെ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു സേവനവും നൽകാതെ ഒരു കാര്യവുമില്ലാതെ നിരവധി കമ്പനികളിൽ നിന്നും എങ്ങനെയാണ് അങ്ങയുടെ മകളുടെ അക്കൗണ്ടിലേക്കും മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും പണം വന്നത് എന്ന് കുറഞ്ഞപക്ഷം അങ്ങ് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ തയ്യാറാകണം ഈ ഘട്ടത്തിൽ.